ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 43-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അതാ ഇസ്രായേലിന് ദൈവം കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഈ വചനങ്ങളുടെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സമൃദ്ധിയിൽ അഹങ്കരിക്കരുത് എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 23-24 തിരുലിഖിതങ്ങൾ. എനിക്കിനി എന്ത് സന്തോഷമാണ് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എന്ത് ആപത്ത് വരാനാണ് എനിക്കിനി എന്നും നീ പറയരുത്. ഇതാ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ സമയത്ത് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഷാലോം TV-യിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ത്രേസ്യാമ ലൂക്കോസ്. ഞാൻ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചത് വഴി എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. കഴിഞ്ഞ 9 വർഷമായി ഞാൻ വളരെ മാരകമായ ഒരു വൈറസ് രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു. ഒരു ഡോക്ടർമാർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ നിരാശയിലായിരുന്നു. ഒരുപാട് ഓപ്പറേഷൻസും ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞു. എന്നാൽ ഈ വൈറസ് രോഗം എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്നില്ല. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ യേശുവിനോട് ഹൃദയം നുറുക്കി ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 4-5 ആഴ്ച ഇതുപോലെ യേശുവിന് മുമ്പിൽ വചനം കേട്ട് ഞാൻ കരഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പിന്നീടുള്ള ടെസ്റ്റിൻ്റെ സമയത്ത് ഡോക്ടർമാർ പറയുകയാണ് വൈറസിൻ്റെ ഒരു അണു പോലും ഇപ്പോൾ ശരീരത്തിൽ കാണുന്നില്ല. എനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് ഞാൻ നിറഞ്ഞു. ഞാൻ ഓടിപ്പോയി ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്തത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. അഭിഷേകാഗ്നിയിലൂടെ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ അതിനുശേഷം എല്ലാ ആഴ്ചയും മുടങ്ങാതെ അഭിഷേകാഗ്നി കാണുന്നുണ്ട്. എൻ്റെ ഓരോ മുടിയുടെ കൊഴിയുന്നത് പോലും എൻ്റെ ദൈവം അറിയുന്നുവെന്ന് തിരിച്ചറിവ് കൊണ്ട് എൻ്റെ ദൈവം അഭിഷേകം ചെയ്തു. എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ത്രേസ്യാമ ലൂക്കോസ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങൾ ഉയർത്തി ഉന്നതത്തിൽ നിന്നുള്ള ഈ അഗ്നി ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് വലിയ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതത്തിലുള്ള ശക്തിയെ നിവേശിപ്പിക്കണമേ. രോഗികൾ രോഗക്കിടക്ക് വേണ്ടി ചാടി എഴുന്നേൽക്കട്ടെ. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുരുടന്മാർ കാണട്ടെ. മുടന്തന്മാർ നടക്കട്ടെ. ബധിരർക്ക് കേൾവി ശക്തി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ, ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഈ ആഗ്രഹത്തോടെ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ
നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അഭിഷേകം നിറയട്ടെ, ജീവന്റെ അഭിഷേകം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, സൗഖ്യത്തിന്റെ അഭിഷേകം നിറയട്ടെ, വിടുതലിന്റെ അഭിഷേകം നിറയട്ടെ, സന്തോഷത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 23-ഉം 24-ഉം തിരുലിഖിതങ്ങൾ. എനിക്കിനി എന്ത് സന്തോഷമാണ് കിട്ടാനുള്ളത്, എനിക്കിനി എന്തു വേണം എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇനി എനിക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കാനില്ല, എല്ലാം ശരിയായി, എൻ്റെ പിള്ളേരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടി, വീടായി, എല്ലാം ശരിയായി എന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ ചിന്തിക്കരുത്, നിന്റെ വാ കൊണ്ട് നീ പറയരുത് എന്ന് ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. സമൃദ്ധിയിൽ നീ അഹങ്കരിക്കരുത്. ഇന്ന് അനേകം ദൈവമക്കള് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് കരഞ്ഞ് വേദനിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു. എന്നാൽ ഉയർച്ച വരുമ്പോൾ സൗകര്യപൂർവം പ്രാർത്ഥനയും വിശുദ്ധിയും ദൈവഭക്തിയും അവർ വലിച്ചു ദൂരെ എറിയുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ദൈവവചനം 100% ഉറപ്പ് തരുന്നുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചാൽ, ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്ന ആരാകട്ടെ, അത് ഉപേക്ഷിക്കുന്നവർ, അത് കുടുംബമാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും സംസ്കാരങ്ങളാണെങ്കിലും സാമ്രാജ്യങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും കോൺഗ്രിഗേഷൻ ആണെങ്കിലും ആരാണെങ്കിലും ശരി, ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ ഈ ലോകത്തിൽ നശിച്ചു പോകും എന്ന് വിശുദ്ധ ലിഖിതം സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. സമൃദ്ധിയിൽ മതിമറന്ന് അഹങ്കരിച്ച് ജീവിക്കരുത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, ജെറമിയ 17:13. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും, അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷമാകും. എന്തെന്നാൽ ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെ ലജ്ജിതരാകുമെന്ന് തിരുലിഖിതം പഠിപ്പിച്ചിരിക്കുകയാണ്. അവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷമാകുമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. കാരണം ജീവജലത്തിന്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2010-ാം ആണ്ടിൽ ഇംഗ്ലണ്ടിലുള്ള ബർമിംഗ്ഹാം ദേശത്ത് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ഛൻ്റെ കൂടെ ഒരു കുടുംബത്തെ അച്ഛൻ പരിചയപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. അവർ ഈ കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ചവരാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച്, മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ച്, ആ ചേട്ടനും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇവിടുന്ന് ഒരു ചില്ലി കാശ് മുടക്കാതെ ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹത്തിന് വിസയും കിട്ടി, ജോലിക്കുള്ള ഓഫറും കിട്ടി. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വീണ്ടും ഒരു പുതിയ ഇൻ്റർവ്യൂവിന് അദ്ദേഹം പോയി. പുതിയ ഇൻ്റർവ്യൂവിന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിന് ചെന്നു. ആ ജോലിക്ക് സെലക്ഷൻ കിട്ടി. ആ ചേട്ടൻ പറയുകയാണ്, ആ ജോലി എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ വലിയ ഉന്നതമായ ശമ്പളമുള്ള ജോലിയാണ്. ആ ജോലിക്ക് സെലക്ഷൻ കിട്ടി തിരിച്ചു വന്നപ്പോൾ നല്ല ഒരു കുപ്പിയും വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഈ ജോലി കിട്ടിയ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി ഒരു വലിയ കുപ്പി വാങ്ങിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവനിന്ദ എന്നല്ലാതെ എന്ത് പറയാൻ? വിനാശകാലെ വിപരീത ബുദ്ധി. അയാളുടെ നാശം അന്ന് ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം മദ്യപിക്കാൻ തുടങ്ങി.
പിന്നീട് ജോലിയിലൊക്കെ കയറി, ഒരുപാട് ശമ്പളമുള്ള ജോലി, ഒരുപാട് സാധ്യതകളുള്ള ജീവിതം. അങ്ങനെ UK ഉയർന്നു വന്നു. അതനുസരിച്ച് ഇയാളുടെ മദ്യപാനവും തോന്നിവാസവും പെരുകി വന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ നിയന്ത്രണാതീതമായ മദ്യപാനത്തിന് അടിമയായി. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 1 വർഷം മുമ്പ് സോജി ഓലിക്കലച്ചൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം 24 മണിക്കൂർ മൂക്കറ്റം കുടിച്ച് തല പൊക്കാൻ നിവൃത്തിയില്ലാത്തത് വീട്ടിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ മദ്യപാന നിമിത്തം തകർന്ന കുടുംബം, ഭാര്യ, 2 മക്കളെ നാട്ടിൽ കൊണ്ട്, കേരളത്തിൽ കൊണ്ട് ആരുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് സമാധാനമില്ല, മക്കൾക്ക് അവരെല്ലാം സകലരുടെ മുമ്പിൽ ലജ്ജിതരാകാൻ തക്കവണ്ണം നശിച്ച ഒരു കുടുംബമായി മാറി. അങ്ങനെ കുടുംബത്തിൽ ഭാര്യ ജോലിക്ക് പോകുമ്പം ഈ ഭർത്താവിൻ്റെ കട്ടിലിൻ്റെ 2 സൈഡിലും 2 ബക്കറ്റ് എടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് ആ ബക്കറ്റിലേക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയാണ് ബക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ആ ബക്കറ്റിൽ ഛർദ്ദിച്ചിടും. അങ്ങനെ വൈകുന്നേരം ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ബക്കറ്റ് എടുത്ത് കൊണ്ട് കഴുകി വീണ്ടും ബക്കറ്റ് വെച്ച് കൊടുക്കും. അങ്ങനെ ഛർദ്ദിച്ച് വിരകി കിടക്കുന്നൊരു അന്തരീക്ഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോജിയച്ചനും ടീം അംഗങ്ങളും ഈ വാർത്ത അറിഞ്ഞു. അവിടെ ചെന്നു ദൈവമായ കർത്താവിനോട് പൊട്ടിക്കരഞ്ഞ് ഈ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി, ആ നന്ദികേടിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ മനുഷ്യന് വേണ്ടി അനുഗ്രഹിച്ച് വെഞ്ചരിച്ച് ആ കുടുംബത്തെ വിടുതലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു. ഇദ്ദേഹത്തിന് അനുതാപം ഉണ്ടായി. ഇയാൾ പൊട്ടിക്കരഞ്ഞു, ദൈവമേ വന്ന തെറ്റിനെല്ലാം മാപ്പ് തരണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം ഒരിക്കൽ പോലും കുടിക്കാൻ പറ്റാത്ത വിധം വ്യത്യാസപ്പെട്ട ഒരു മനുഷ്യനായി മാറി. ഞാൻ 2010 ആണ്ടിൽ ഡിസംബർ മാസത്തിൽ UK ചെല്ലുമ്പോൾ കുറേ മാസങ്ങളായി കുടിക്കാതെ, ഒരു തുള്ളി പോലും മദ്യപിക്കാതെ, നല്ല വിശുദ്ധി, ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി UK അദ്ദേഹം ഓടി നടക്കുന്നൊരു കാഴ്ചയാണ്. ഞങ്ങൾ വീണ്ടും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് അവമാനം പതുക്കെ മാറാൻ തുടങ്ങി. ആ കുടുംബത്തിൻ്റെ ലജ്ജ, നാണം, മറ്റുള്ളവരുടെ അവമാനങ്ങൾ പതുക്കെ നീങ്ങാൻ തുടങ്ങി. ചിന്തിച്ച് നോക്കിക്കേ, ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയതാണ്. പക്ഷേ സമൃദ്ധിയുടെ നടുവിൽ ദൈവത്തെ മറന്ന് പാപത്തിലേക്കും തന്നിഷ്ടത്തിലേക്ക് പോയി. അതിൻ്റെ പരിണതഫലമായി എന്തുണ്ടായി? ആ കുടുംബം മുഴുവൻ നാശത്തിലും അപമാനത്തിലും ലജ്ജയിലുമായി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാവരും ലജ്ജിതരാകും. അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാവരും ലജ്ജിതരാകും. ഹല്ലേലൂയ. ഇത് തന്നെ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ നെഹമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് നോക്കാം. നെഹമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായം, അവിടെ നെഹമ്യാ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ ബാബിലോൺ പ്രവാസികളുടെ കൂടെ ജീവിക്കുകയാണ്. ബാബിലോൺ പ്രവാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ ഇസ്രായേൽ നാട്ടിൽ നിന്ന്, ജെറൂസലേമിൽ നിന്ന് ഒരു പൈതൽ ഈ ബാബിലോണിലേക്ക് എത്തിച്ചേർന്നു. ഉടനെ നെഹമ്യാ ചോദിച്ചു, എന്താണ് നമ്മുടെ ജെറൂസലേമിലെ സ്ഥിതി? 70 വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലേമിൽ നിന്ന് ഇവരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുവന്നതാണ്. ജെറൂസലേമിലെ കാര്യമൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ 70 വർഷത്തിനുള്ളിൽ ജെറൂസലേമിൽ എന്താണ് ഉണ്ടായത് എന്ന് നെഹമ്യാ ഈ പൈതലിനോട് ചോദിച്ചു. അപ്പോൾ നെഹമ്യാ കേട്ട വാർത്ത ഇതാണ്. നെഹമ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുലിഖിതം. പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറൂസലേം മതിലുകൾ തകർന്ന് തരിപ്പണമായി അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. 70 വർഷമായി ജെറൂസലേമിന്റെ മതില് അഗ്നിക്കിരയായി ചാരക്കൂമ്പാരമായി അങ്ങനെ കിടക്കുകയാണ്. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ അപമാനിതരും ലജ്ജിതരും നിന്ദിതരുമായി അങ്ങനെ അപമാനത്തിലും നിന്ദയിലും കഴിയുകയാണ്. ഒരു ജനതയുടെ പാപത്തിൻ്റെ പരിണത ഫലമാണത്. എന്താണ് ഈ ജനതയുടെ പാപം? ഈ ജനതയെ ദൈവം സ്നേഹിച്ച്, യഹൂദ ജനത്തെ ദൈവം സ്നേഹിച്ച്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി എടുത്ത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന സ്ഥാനം കൊടുത്ത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന നിലയിൽ വലിയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ആ ജനത്തെ വളർത്തിക്കൊണ്ടുവന്നു. നല്ല നല്ല രാജാക്കന്മാരെ കൊടുത്തു. എന്നാൽ രാജാക്കന്മാരും ജനങ്ങളും ഒന്നടങ്കം ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതല്ലേ ചരിത്രം? ദാവീദിന്റെ കാലഘട്ടം തൊട്ട് യൂദയാ രാജ്യത്തിലും ഇസ്രായേൽ രാജ്യത്തുമായിട്ട് ഏതാണ്ട് 10-20ഓളം രാജാക്കന്മാരെ ദൈവം കൊടുത്തു. ഈ 20 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും
അവർ ദൈവത്തെ കഠിനമായി ഉപേക്ഷിച്ച് അന്യദൈവ ആരാധനകൾക്കും തന്നിഷ്ടത്തിനും വെറിക്കൂത്തുകൾക്കും പാപത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ഈ 20 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലും ദൈവം മാറി മാറി പ്രവാചകന്മാരെ അയച്ചു. അതിനെക്കുറിച്ച് ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. അവർ വിശുദ്ധ ജീവിതം നയിക്കുമ്പം വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ഒരു പടി കൂടി വിശുദ്ധ ജീവിതത്തിൽ നയിക്കാൻ വേണ്ടി അല്ല ദൂതന്മാരെ അയച്ചത്. അവർ ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് അവിശ്വസത കാണിച്ച് സമൃദ്ധിയിൽ മതിമറന്ന് അഹങ്കരിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ, ദൈവത്തെ വിട്ട് തന്നിഷ്ടപ്രകാരം രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ വിട്ട് തന്നിഷ്ടപ്രകാരം കുടുംബങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ വിട്ട് തന്നിഷ്ടപ്രകാരം സമൂഹത്തിന് രൂപം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിതാവായ ദൈവത്തിന് മനസ്സിലായി ഇതുങ്ങളെല്ലാം കൂടി നാശത്തിലേക്ക് പോവുകയാണ്, ഇതുങ്ങളെല്ലാം കൂടി നിത്യാഗ്നിയിലേക്ക് പോവുകയാണ്, ഇതുങ്ങളെല്ലാം കൂടി കൂട്ടനാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി സ്വർഗത്തിൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവരുടെ വാക്കുകളെ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ദൈവം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു, ജനം അവരെ പുച്ഛിച്ചുകൊണ്ടേയിരുന്നു എന്ന് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൽ 15-16 തിരുലിഖിതങ്ങളിൽ നാം വായിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ അതിന്റെ പരിണത ഫലം ഉണ്ടായത്? ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ ലജ്ജിതരാകുമെന്ന് വചനം പഠിപ്പിച്ചിട്ടില്ലേ? അത് തന്നെ സംഭവിച്ച്. അതാണ് 2 ദിനവൃത്താന്തം അതിൽ 36-ാം അധ്യായത്തിൽ 19-20 തിരുലിഖിതങ്ങൾ. ആ ദേശത്തിന്റെ മേൽ കഠിനമായ പ്രത്യാഘാതം ഉണ്ടായി. ആ രാജ്യത്തിന്റെ മേൽ ശത്രുക്കളുടെ ആധിപത്യം ഉണ്ടായി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ഈ രാജ്യത്തിന്റെ മേൽ ഇരച്ചു കയറി ആ രാജ്യത്തെ അവർ വരുതിക്കുള്ളിലാക്കി. അവിടെ ഉണ്ടായിരുന്ന നിരവധി പേരെ വാളിനിരക്കി വെട്ടി തുണ്ടമായി മുറിച്ച് ദൂരെ എറിഞ്ഞ് പട്ടിക്കും പറവയ്ക്കും ഭക്ഷണമായി ഇട്ടുകൊടുത്ത്. ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു, അവരെ പിടിച്ചു കെട്ടി ചങ്ങല കൊണ്ട് കൈയും കാലും കെട്ടി, എന്നിട്ട് ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ജെറുസലേമിൽ നിന്ന് ബാബിലോൺ വരെ 1100 കിലോമീറ്റർ അവരെ നടത്തി ചാട്ടയ്ക്കടിച്ച് നടത്തി ബാബിലോൺ വരെ എത്തിച്ച്, അങ്ങനെ അപമാനിത നിന്ദിതരുമായി ചാട്ടയടി കൊണ്ട് ഈ പ്രഭുക്കന്മാര്, ഈ വലിയ വലിയ ആളുകള്, ഈ പവിഴത്തെ പോലെ സ്വർണ്ണ നിറമുള്ളവര് ചാട്ടയടി കൊണ്ട് 1100 കിലോമീറ്റർ നടന്ന് ജെറുസലേമിൽ നിന്ന് ബാബിലോൺ വരെ പോകേണ്ടി വന്ന്. എന്നിട്ട് നെബൂഖദ്നേസർക്കും അവന്റെ പുത്രന്മാർക്കും കാലാകാലങ്ങളായി അടിമ വേല ചെയ്ത് ബാബിലോണിൽ ജീവിക്കുകയാണ്. പിന്നെ എട്ടും പൊട്ടും തിരിയാത്തവരും പൊട്ടന്മാരും നടക്കാൻ പറ്റാത്തവരും രോഗികളും രാജ്യത്ത് കൊണ്ടുപോയി ബാധ്യതയാകുന്നവരുമായ ചട്ടന്മാരും പൊട്ടന്മാരുമായ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ ആ ദേശത്ത് ജെറുസലേമിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. അതാണ് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. ജെറുസലേമിൽ പ്രവാസത്തെ അതിജീവിച്ച് അവിടെ കഴിച്ചിരുന്ന കുറച്ച് പൊട്ടന്മാരുണ്ടായിരുന്നു, അവരും അപമാനത്തിന് എന്തെങ്കിലുമാണ്. പ്രവാസത്തിൽ വന്നവരും അങ്ങനെ തന്നെ ഈ രാജ്യത്ത് അടിമ വേല ചെയ്യുകയാണ്. അപ്പൊ നോക്കുക, അവിടെ അവശേഷിച്ചവരും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയവരും കൊല ചെയ്യപ്പെട്ടവരും രാജ്യം മുഴുവനും ലജ്ജയുടെയും അപമാനത്തിന്റെയും നാളുകളിലേക്ക് വിട്ടുകൊടുക്കപ്പെട്ട്. എന്താ കാരണം? ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച്, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിച്ച്, ജീവിക്കുന്ന ദൈവത്തിന്റെ മാർഗത്തെ ഉപേക്ഷിച്ച്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അതിലെ മന്ദിരങ്ങൾ അവർ ചുട്ടരിച്ച്. ഈ പ്രഭുക്കന്മാരും ഈ പാല് പോലെ വെളുത്തവരും ഈ പവിഴം പോലെ നിർമ്മലനുമായ ഈ പ്രഭുക്കന്മാരും വലിയ വലിയ ധനാഢ്യന്മാരും ജീവിച്ചിരുന്ന അവരുടെ മണിമന്ദിരങ്ങളെല്ലാം ഈ നെബൂഖദ്നേസറും സൈന്യനിരകളും വന്ന് ചുട്ടരിച്ച് ചാരക്കൂമ്പാരമാക്കി. അടുത്തത്, അവരുടെ വിലപിടിപ്പുള്ള പാത്രങ്ങളെല്ലാം ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവർ ബാബിലോണിലേക്ക് തടവുകാരായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. പേർഷ്യ രാജ്യം സ്ഥാപിതമാക്കുന്നത് വരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു. അങ്ങനെ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം പൂർത്തിയായി. ദേശം അതിന്റെ സാബത്ത് ആചരിച്ചു. 70 വർഷം പൂർത്തിയാകുന്നത് വരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സാബത്ത് ആചരിച്ചു. യവന്മാർ അവിടെ ജീവിച്ചിരുന്ന കാലത്ത് ദേശത്തിന് സാബത്ത് കൊടുത്തില്ല. ആ വിശുദ്ധ ദിവസത്തിൽ പോലും, സാബത്ത് ദിവസത്തിൽ പോലും തലങ്ങും വിലങ്ങും ഓടി നടന്നവർ അധ്വാനിച്ച് പല കാര്യത്തിലുള്ള ചെയ്തു. ആ ദേശത്തിന് സാബത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്, ജെറമിയ പ്രവചിച്ചതുപോലെ 70 വർഷങ്ങൾ ആ ദേശം ശൂന്യമായി കടന്നു. ശൂന്യമായി കടന്ന കാലങ്ങളൊക്കെയും ദേശം സാബത്ത് ആചരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങളും മറക്കാതെ സൂക്ഷിക്കേണ്ട ഒരു സത്യമാണ്.
ദൈവത്തെ ഉപേക്ഷിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്ന കുടുംബമാണെങ്കിലും രാജ്യമാണെങ്കിലും ജനതകളാണെങ്കിലും ഗോത്രങ്ങളാണെങ്കിലും വംശങ്ങളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ശരി, അവർ ഉപേക്ഷിക്കപ്പെടും, അവർ നശിപ്പിക്കപ്പെടും എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ്. റോമ സാമ്രാജ്യത്തിന്റെ സ്ഥിതി എന്താ? ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചു. ആ സാമ്രാജ്യം ചരിത്രത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് ആ സംസ്കാരം പോലും അസ്തമിച്ചു പോയില്ലേ? അതുപോലെ ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി എടുത്ത് നോക്കുക. ദൈവത്തെ ഉപേക്ഷിച്ച ഓരോ രാജ്യങ്ങളും, ദൈവത്തെ ഉപേക്ഷിച്ച ഓരോ കുടുംബങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അത് തകർച്ചയുടെയും വേദനയുടെയും കഥ പറയുന്ന കുടുംബങ്ങളായി ലോകത്തിൽ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 47-48 തിരുലിഖിതങ്ങൾ, എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യേണ്ടി വരും. നീ നശിക്കുന്നത് വരെ നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം ഉണ്ടായിരിക്കും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കരങ്ങൾ ഉയർത്തി അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തിരിച്ചറിവ് നൽകണമേ. സമൃദ്ധിയിൽ അഹങ്കരിച്ച് ദൈവത്തെ ഉപേക്ഷിക്കാതെ വിനയത്തോടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പരിഹാസം തോന്നുന്ന ദൈവിക കാര്യങ്ങളോടും ദൈവരാജ്യ ശുശ്രൂഷകളോടും ദേവാലയ കർമ്മങ്ങളോടും വിശുദ്ധ കൂദാശകളോടും തിരുസഭയോട് അകൽച്ച തോന്നിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും അന്ധകാര പീഡകളെയും നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ അഭിഷേകം നിറയട്ടെ, ജ്ഞാനത്തിന്റെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, എളിമയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. വാഴ്ത്തിടാം ഞങ്ങൾ, വണങ്ങിടാം, ആരാധനാഗീതം പാടിടാം. വാഴ്ത്തിടാം ഞങ്ങൾ, വണങ്ങിടാം, ആരാധനാഗീതം പാടിടാം. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരിയ്ക്കുന്ന ഇടങ്ങളിലിരുന്ന് രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ഹൃദയം നുറുങ്ങി വിളിക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട്. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കണമെന്ന്
പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് അത്ഭുതങ്ങൾ, അവിടെയാണ് സൗഖ്യങ്ങൾ, അവിടെയാണ് വിടുതലുകൾ, അവിടെയാണ് അഭിഷേകങ്ങൾ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് 2 കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തി എത്രമാത്രം തീഷ്ണത യേശുവിനെ വിളിക്കാമോ അത്രയും തീഷ്ണതയോടെ, അത്രയും നാളത്തോടെ, അത്രയും ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, യേശുവേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ പാടണമേ. യേശുവേ, കർത്താവായി യേശുവേ, അധിപതിയായി യേശുവേ, യേശുവേ, പാടണമേ. ബന്ധനമഴിയട്ടെ, വിടുതൽ, വിടുതൽ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കുടുംബങ്ങളിൽ കെട്ടുകൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ. യേശുവിന്റെ ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ.